നമസ്കാരം. അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും 1000 നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ വമ്പായം. 2024 പുതിയ വർഷം മകര രാശിക്കൂറുകാരുടെ ഫലമാണ് പറയാൻ പോകുന്നത്. മകരരാശിക്കൂറ് എന്ന് പറയുന്നത് ഉത്രാടത്തിൻ്റെ 45 നാഴികയും തിരുവോണവും അവിട്ടൻ നക്ഷത്രത്തിൻ്റെ 30 നാഴികയും ചേർന്നതാണ് മകരക്കൂറ്. മകരക്കൂറുകാർക്ക് ഇപ്പോഴ് കുറേ നേട്ടങ്ങളും ഭാഗ്യങ്ങളും ഈ വർഷം പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങൾ തന്നെ. കോട്ടങ്ങൾ നിങ്ങൾക്ക് കുറഞ്ഞിരിക്കും. യഥാർത്ഥത്തിൽ ഈ വർഷം ഏറ്റവും കൂടുതൽ സന്തോഷവും സമൃദ്ധിയും ജീവിത നേട്ടങ്ങളും മറ്റ് രാശിക്കാരെക്കാളും കിട്ടുന്നത് മകരരാശിക്കൂറുകാർക്കാണ്. എന്തെന്ന് വെച്ചാൽ വേഴഗ്രഹം 4 വന്നിട്ടുണ്ട്. 4 നിൽക്കുന്ന കാലം. ഒക്ടോബർ 30 മുതൽ രാഹു ഇഷ്ടസ്ഥാനമായ 3 നിൽക്കുന്ന സമയം. മകരക്കൂറുകാർക്ക് 7 ശനി 2025 മാർച്ച് മാസം വരെ ഉണ്ടെങ്കിലും കൊല്ലാതെ കൊല്ലുന്നല്ല സുനാമി പോലെ എല്ലാം അടിച്ച് നശിപ്പിച്ച് കളഞ്ഞ 7 ശനി 2023 ജനുവരി മാസം 17 മാറി കിട്ടിയിട്ടുണ്ട്. എങ്കിലും 7 ശനി ഉണ്ടെങ്കിലും കഴിഞ്ഞ ഒരു 6 വർഷത്തെ ജീവിതാനുഭവം വച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയതും തിരിച്ചു പിടിക്കാൻ പറ്റുന്നതും കിട്ടുന്നതും എല്ലാം നമുക്ക് കിട്ടി രക്ഷപ്പെടാൻ പറ്റുന്നതുമായ നേട്ടങ്ങളുടെ സന്തോഷങ്ങളുടെ ഘട്ടമായിട്ട് കണക്കാക്കണം. വേഴൻ 4 നിൽക്കുന്ന സമയം ക്ഷേത്രങ്കോ ശയനാസനാന് സുഖം വിത്തേഷാം ഈ ലാഭോ ഭവേൽ. ക്ഷേത്ര അമ്പലം വയ്ക്കാനും വീട് വയ്ക്കാനും യോഗമുണ്ട്. വർഷങ്ങൾ കൊണ്ട് നിങ്ങൾ വിചാരിച്ചിട്ട് നേടാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം നേടിയെടുക്കും. ക്ഷേത്രം സുഖം വാഹനമാസനം, അസുഖങ്ങൾ മാറി സുഖം കിട്ടും. വാഹനങ്ങൾ വാങ്ങിക്കാനുള്ള യോഗങ്ങളുണ്ട്. അതേപോലെ 4-എന്ന് വെച്ചാൽ മാതൃം മാതുല ഭാഗിനേയ സുഹൃദാം ഗോവേ സ്പശയ്യാശന എന്നാണ്. അപ്പം മാതാവിനെ കൊണ്ടും മാതുലമ്മമാരെ കൊണ്ടും മരുമക്കളെ കൊണ്ടും ബന്ധുക്കളെ കൊണ്ടും ഒക്കെ നമുക്ക് സഹായം കിട്ടി. അച്ഛൻ ഒരു സ്ഥലത്ത്, അമ്മച്ചി ഒരു സ്ഥലത്ത്, മക്കളൊരു സ്ഥലത്ത് ഇങ്ങനെ ഭിന്നിച്ച് എന്നെങ്കിലും ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ച് ജീവിക്കാൻ ഒരു ഭാഗ്യം കിട്ടുമോ എന്ന് പല ആൾക്കാരും ചോദിക്കാറുണ്ട്. അപ്പോൾ ഒന്നിച്ച് ജീവിക്കുന്നവർക്ക് പ്രശ്നമില്ല, അവർക്കുള്ള സന്തോഷം കൂടും. പക്ഷേ പല രാജ്യങ്ങളിൽ പഠിക്കാനും ജോലിക്കും ജീവിക്കാനും ഒക്കെ വേണ്ടി പല രാജ്യത്തിലും അകന്നകന്ന് നിൽക്കുന്ന കുടുംബ ബന്ധങ്ങളെല്ലാം ഒന്നിച്ച് സ്നേഹിച്ച് ജീവിക്കാനുള്ള യോഗങ്ങളുണ്ട്. പൂർവികപരമായിട്ടുള്ള വസ്തുവകകൾ നമുക്ക് ഓഹരികൾ ഒക്കെ കിട്ടാതിരിക്കുന്നത് അത് കിട്ടും. നിങ്ങളുടെ ബിസിനസ്സിലും ഷെയർ മാർക്കറ്റിലും കാര്യത്തിലുമൊക്കെ കുറച്ച് സാമ്പത്തിക നേട്ടങ്ങൾ കിട്ടും. അങ്ങനെ പ്രതീക്ഷിക്കാതെ കുറേ നേട്ടങ്ങളും പൈസകളും കുടുംബത്തിനും സമ്പത്തിനും സന്തതിക്കുമൊക്കെ ഐശ്വര്യം ഉണ്ടാക്കി തരുന്ന ഒരു ഘട്ടമാണ് 4-ാമത്തെ രാശിയിൽ വേഴ സഞ്ചരിക്കുന്ന സമയം. രാഹു 3-ൽ നിൽക്കുന്ന കാലഘട്ടവും ശനിയെപ്പോലെ കണക്കാക്കാവുന്ന ഒരു ഗ്രഹമാണ് രാഹു. അപ്പോൾ രാഹു 3 നിൽക്കുന്ന സമയവും നമുക്ക് വളരെ ഗുണങ്ങൾ കിട്ടും. എന്തൊക്കെ കിട്ടും? ഒന്നാമത് അസുഖങ്ങൾ മാറി നല്ല ആരോഗ്യം കിട്ടും. പാമ്പിനെ പോലെ ഇഴഞ്ഞ് നടക്കുന്ന ആൾക്കാർ പോലും കുതിരയെ പോലെ ചാടി ഓടി നടക്കുന്ന ഭാവമാണ് രാഹു 3 നിൽക്കുമ്പോൾ. ആരോഗ്യവും കിട്ടും, അസുഖങ്ങളൊക്കെ മാറും. ഉന്നത വ്യക്തികളുടെ പ്രീതി സഹായവും സന്തോഷവും ഒക്കെ നമുക്ക് കിട്ടും. നമ്മുടെ പഞ്ചായത്ത് മെമ്പറുടെയും അതേപോലെ മന്ത്രിമാരുടെയും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നൊക്കെ നിങ്ങൾക്ക് എന്തൊക്കെ സഹായം വേണമെങ്കിലും ഒരു അദാലത്ത് നടന്ന നിങ്ങളവിടെ ഏറ്റവും അടുത്തവിടെ ചെല്ലുകയും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇന്നതുപോലെ സാധിച്ചു തരണമെന്ന് പറഞ്ഞാൽ പല വസ്തുവിൻ്റെ സർവേ നമ്പർ മാറിക്കിടന്നാലും അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങൾ കിട്ടാൻ തടസ്സമുണ്ടെങ്കിലും ഏതെങ്കിലും നമ്മുടെ റെക്കോർഡിൽ ഉള്ള കുരുക്കളുണ്ടെങ്കിലും അതൊക്കെ മാറി പെട്ടെന്ന് നിങ്ങൾക്ക് സർക്കാരിൽ നിന്നും അധികാരികളിൽ നിന്നും കേസ് വഴക്കുകളിൽ നിന്നും കോടതിയിൽ നിന്നുമൊക്കെ എല്ലാ ആനുകൂല്യങ്ങളും കിട്ടും. എല്ലാ കാര്യത്തിനും വിജയവും മനസ്സന്തോഷവും യശസ്സും സന്താനങ്ങൾക്ക് ഐശ്വര്യങ്ങളൊക്കെ കിട്ടുന്നതും ജീവിതത്തിൽ സ്വസ്ഥത കിട്ടുന്നതുമായൊരു സമയമാണ് ഈ വർഷം പ്രതീക്ഷിക്കാവുന്നതും. ശനി 2 നിൽക്കുന്നത് കൊണ്ട് 7 ശനി ഉണ്ട് എന്ന് പറയും. അപ്പോൾ 7 ശനി എന്ന് പറയുന്നത് പൊതുവേ രാമനും ലക്ഷ്മണനും രാജ്യവും ഭരണവും നഷ്ടപ്പെട്ട് വനത്തിൽ കയറിയ സമയമാണ് 7 ശനി.
അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കും വീടും വസ്തുവും കെട്ടിടമൊക്കെ വന്ന് രക്ഷപ്പെടുമെങ്കിലും ചില പൂർവിക വസ്തുക്കൾ വിറ്റാൽ കൊള്ളാമെന്ന് തോന്നും, നാടും വീടും മാറിപ്പോയാൽ കൊള്ളാമെന്ന് തോന്നും, ചില സ്ഥലം വിറ്റുമാറിപ്പോവാനും ഒക്കെ ഉള്ള ചില താല്പര്യങ്ങൾ നിങ്ങൾക്കുണ്ടാകും. അപ്പോൾ ഉള്ള വസ്തു വിൽക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് പരാജയം വരുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. വിറ്റാലും വേറെ വീടും വസ്തുവും കെട്ടിടവും വാഹനവും ഒക്കെ വാങ്ങിക്കും. അങ്ങനെ ജീവിതത്തിൽ കുറച്ച് തടസ്സങ്ങളുണ്ടെങ്കിലും കാര്യങ്ങൾ നേടി ജയിക്കാൻ പറ്റും. പിന്നെ 2-ൽ ശനി സഞ്ചരിക്കുന്ന സമയം കടം ഒഴിയില്ല, ശത്രു ഒഴിയില്ല, അങ്ങനെ ചില ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ കടം വാങ്ങിക്കുന്നത് വല്ല വീട് വയ്ക്കാനോ വണ്ടി വാങ്ങിക്കാനോ നല്ല കാര്യത്തിനോ വേണ്ടി ആയിരിക്കും എന്നാണ് ഉദ്ദേശം. ശത്രു ഒഴിയാതിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ സ്നേഹസമ്പന്നരാണ്. മകരം രാശിക്കാർ എല്ലാവർക്കും സഹായം ചെയ്യണവരാണ്. നമ്മളെ കാര്യം മാറ്റി വച്ചിട്ട് മറ്റുള്ളവരെ രക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നവരാണ്. അതുകൊണ്ട് ആളുകളുടെ ഇടയിലെല്ലാം നമ്മൾ ഹീറോയാണ്. ജീവിതത്തിൽ നമ്മൾ ഹീറോയാണ്. അപ്പോൾ അതുകൊണ്ട് മക്കൾക്ക് വേണോ എന്നാ പിടിച്ചോ, അല്ല ഭാര്യയ്ക്ക് വേണോ എന്നാ പിടിച്ചോ, ഭർത്താവിന് വേണോ എന്നാ വാങ്ങിച്ചോ, എല്ലാം കൊടുത്ത് എല്ലാവരെയും രക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന കൂറുകാരാണ് മകരക്കൂറുകാർ. പക്ഷേ ഇവരെത്ര സഹായിച്ചാലും എവരേൽ കിട്ടണ ലോണെടുത്തും കടപ്പെടുത്തിയും കൂടി ആൾക്ക് കൊടുത്ത് അവരുടെ ജീവിതം കഷ്ടതയിലാകുന്ന രാശിക്കൂറായതുകൊണ്ട് നിങ്ങൾ കുറേ സാമ്പത്തിക ഇടപാടുകളും സഹായങ്ങളും കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിച്ച് പ്രവർത്തിച്ചാൽ നമുക്ക് ഈ വിഷമതകളോ കുരുക്കുകളോ വരാതെ തന്നെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അങ്ങനെ എല്ലാ കുരുക്കുകളും മാറി നിങ്ങൾക്ക് നല്ലത് വരുന്നതിനുള്ള ഒരു പുതിയ വർഷമാണ് നമുക്ക് ഈ വർഷമുള്ളത്. ജാതകം ഒന്ന് പരിശോധിച്ച് നോക്കണം. അതിലെന്തെങ്കിലും ദശാകാല ദോഷങ്ങൾ ഉണ്ടെങ്കിൽ ദോഷം കുറച്ചും കൂടെ നമുക്ക് ഉണ്ടായിരിക്കും. നല്ല ദശകാലങ്ങളാണെങ്കിൽ ചെറിയ ചെറിയ തടസ്സങ്ങൾക്ക് പരിഹാരവും പ്രാർത്ഥനയും ദൈവവും തപവും ഒക്കെ നടത്തി പൂജകളും വഴിപാടും നടത്തി ശ്രദ്ധിച്ച് ദോഷമുള്ള ദോഷങ്ങൾക്ക് ശമനം വരാൻ വേണ്ടിയുള്ള പ്രതിക്രിയാദികളൊക്കെ ചെയ്ത് പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് ഈ കൊല്ലം തീർച്ചയായിട്ടും നല്ലത് തന്നെ ഉണ്ടാവും. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയുന്നതിലേക്ക് വേണ്ടി വാട്സപ്പിലേക്ക് മെസ്സേജുകൾ അയയ്ക്കുക. കാലഭൈരവ ക്ഷേത്രത്തിൽ ദർശനം, പൂജ, വഴിപാടുകളൊക്കെ നടത്തിയാൽ നമുക്ക് 2-ലെ ശനിയുടെ ദോഷങ്ങൾക്ക് വലിയ പരിഹാരങ്ങൾ കിട്ടും. കുടുംബക്ഷേത്രത്തിലും നിങ്ങൾ ഏത് നാട്ടിലാണോ അല്ലെങ്കിൽ ഏത് സ്ഥലത്താണോ താമസിക്കുന്നത് ആ സ്ഥലത്തുള്ള അമ്പലങ്ങളിലും ദേവാലയങ്ങളിലും നിവൃത്തിയുള്ള പൂജകളും വഴിപാടുകളും ദർശനങ്ങളും പ്രാർത്ഥനകളും ഒക്കെ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ വിഷമതകളും മാറി രക്ഷപ്പെടും. കാരണം ഒന്നുമില്ലാതെ വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങി നടക്കുന്ന ഒരു വ്യക്തിക്ക് കിട്ടിയ ഒരു കച്ചുതുരുമ്പ് പോലെയാണ് ഈ വർഷം നിങ്ങൾക്ക് ഉള്ളത്. അതുകൊണ്ട് വലിയ സമ്പന്നനാവാൻ പറ്റിയില്ലെങ്കിലും കടങ്ങൾ തീർത്ത് സ്വസ്ഥരാവാനുള്ള സാഹചര്യം തീർച്ചയായിട്ടും ഉണ്ടാവും. നിങ്ങൾക്കും പിള്ളേർക്കും കുടുംബത്തിനും എല്ലാവർക്കും നല്ലത് വരുന്നതിന് വേണ്ടി കാലഭൈരവ സ്വാമിയോടും പത്മനാഭ സ്വാമിയോടും സമസ്ത ഗ്രാമ പരിസര ദേവന്മാരോടും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.